മഹാത്മജിയുടെ ജാതകം കണ്ടതുപോലെ തന്നെ മറ്റ് ആൾക്കാരുടെയും, അതായത് മഹാമനുഷ്യരായ മറ്റ് 6 പേരുടെ ജാതകങ്ങൾ ഇതിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതും പെട്ടെന്ന് ഒന്ന് കാണാം. മഹാത്മാഗാന്ധിയുടെ ജാതകത്തിൽ നാം സുഖം ദുഃഖം എന്നിങ്ങനെ കണ്ടതുപോലെ ഇന്ദിരാഗാന്ധിയുടെ ജാതകത്തിലെ സുഖം ദുഃഖം എന്ന ഗ്രാഫാണിത്. അടുത്തത് അവരുടെ ഭാഗ്യം എങ്ങനെ നിൽക്കുന്നു എന്ന് അതും ജാതകത്തിൽ പരിശോധിച്ച് നോക്കേണ്ട ഒരു വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രാഫാണ് ഭാഗ്യം എന്നത്. അടുത്തത് അവരുടെ കർമ്മമാണ്, അവരുടെ പ്രവൃത്തി എങ്ങനെയായിരുന്നു. ഇതിൽ നിന്നും നമുക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രവൃത്തിയിൽ നിന്ന് അവർക്ക് കിട്ടിയ സന്തോഷം, ഗെയിൻ തുടങ്ങിയവ വിശകലനം ചെയ്തെടുക്കാവുന്നതാണ്. അടുത്തത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജാതകമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ സുഖം ദുഃഖം എന്ന ഗ്രാഫാണ്. അടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം എങ്ങനെ, വളരെ പ്രത്യേകതയുള്ള ഭാഗ്യമാണ് എന്ന് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ കർമ്മം എപ്പോഴും ഏറ്റക്കുറച്ചിലുകൾ, അല്പനിമിഷം മെച്ചമായി നിൽക്കുമ്പോൾ അടുത്ത നിമിഷം തന്നെ അത് പിന്നോട്ട് പോകുന്നു. അതിൻ്റെ ആവറേജ് ലൈൻ മാത്രമേ ഇവിടെ പ്രസക്തമായി തീരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ഒരു പാറ്റേൺ തുടർന്ന് എപ്പോഴും നിലനിൽക്കുന്നു എന്ന് കാണും. അടുത്തത് ആൽബർട്ട് ഐൻസ്റ്റീൻ, ലോകപ്രസിദ്ധനായ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ജീവിതമാണ് ഗ്രാഫാക്കിയിട്ടുള്ളത്. അതിലെ സുഖം ദുഃഖം എന്ന ഗ്രാഫാണിത്. അടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ്. അദ്ദേഹം ശക്തമായ ഭാഗ്യമുള്ള ആളാണ് എന്ന് ഈ ഗ്രാഫ് പറയുന്നു. അടുത്തത് അദ്ദേഹത്തിൻ്റെ കർമ്മമാണ്. ആ കർമ്മത്തിലെ വിജയം, വളരെ അത്ഭുതകരമായ വിജയം, കർമ്മ വിജയമൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് കാണുന്നുണ്ട്. സൂക്ഷ്മ വിശകലനം നടത്തിക്കൊണ്ട് മാത്രമേ ഇത് തിരിച്ചറിയാൻ എളുപ്പമുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ പ്രതിഭ എങ്ങനെ വർക്ക് ചെയ്തു, അങ്ങനെ വിവിധ ഭാവങ്ങൾ, ജീവിതത്തിൻ്റെ വിവിധ ഭാവങ്ങൾ ഈ ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് വിശകലനം ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് അബ്രഹാം ലിങ്കൻ്റെ ജീവിതമാണ്. അദ്ദേഹത്തിൻ്റെ സന്തോഷം, സങ്കടം, എത്ര സമയം സന്തോഷമായിരുന്നു അത്രയും സമയം അദ്ദേഹം സങ്കടമായിരുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷേ സന്തോഷമുണ്ടാകുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയത്ത് അദ്ദേഹം ശക്തമായിട്ട് സന്തോഷിച്ചിരിക്കുന്നു എന്ന് ഇത് കാണിക്കുന്നുണ്ട്. അടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ്. ഭാഗ്യം ഒരു പ്രത്യേക പാറ്റേൺ അനുസരിച്ച് പോകുന്നു. ഗ്രാഫ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു എന്ന് കാണാം. അടുത്തത് അദ്ദേഹത്തിൻ്റെ കർമ്മമാണ്. അദ്ദേഹത്തിൻ്റെ കർമ്മവും അതിശക്തമായിട്ട് ഇവിടെ കാണിക്കുന്നു. കർമ്മഫലം കിട്ടുന്ന സമയം വളരെ ശക്തിയായിട്ട് അത് വരുന്നുണ്ട്. പക്ഷേ കർമ്മത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നതും ആവർത്തിച്ചു വരുന്നു എന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അടുത്തതായി നാം കാണുന്നത് ലോകം മുഴുവൻ വിറപ്പിച്ച ഹിറ്റ്ലറുടെ ജാതകമാണ്. നോക്കൂ, സന്തോഷമുണ്ടാകുമ്പോൾ അദ്ദേഹം അമിതമായി സന്തോഷിക്കുന്നു, പലപ്പോഴും ജീവിതത്തിൽ സങ്കടത്തിലായിരുന്നു എന്നും കാണാം. ഇതും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഗ്യം വളരെ ശക്തമായ ഭാഗ്യമുള്ള ഒരാളാണോ എന്ന് നാം സംശയിക്കുന്നു. അടുത്തത് അദ്ദേഹത്തിൻ്റെ കർമ്മമാണ്. കർമ്മത്തിന് വളരെ കൂടുതൽ, കർമ്മത്തിൽ വളരെ കൂടിയ കർമ്മം കൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ വിജയമുണ്ടായത് എന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട്.